നമ്മളിപ്പോൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മരക്കടവ്. മരക്കടവ് പ്രധാനപ്പെട്ട റോട്ടിലാണ്, സ്റ്റേജ് മുതലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു സ്റ്റേജാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. അതായത് റോഡെന്ന പേരിൽ സ്റ്റേജ് കെട്ടിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ 2 റോഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കൊല്ലമ്പടി റോഡ് ഞാൻ കാണിക്കുന്നുണ്ട്. കൊല്ലമ്പടി റോഡിൽ മനോഹരമായിട്ട് ഒരു സൈഡിൽ കൂടെ കനാലി കെട്ടിയിട്ട് റോഡിനെ അതിനൊപ്പത്തിനൊപ്പം കൊണ്ടുപോയിട്ട് നിർത്തുന്നതാണ്. അപ്പോൾ അതിന്റെ ഹൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഇതിന് ഡ്രൈനേജാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടെ 2 സൈഡിലും ഡ്രൈനേജ് കെട്ടിയിട്ടുള്ള റോഡ്. കാരണം ഇവിടെയുള്ള ആളുകൾ മൊത്തം മണ്ടന്മാരെന്നുള്ളൊരു ധാരണയിലാണ് അവർ ഒരു ലോജിക്കില്ല. ഒരു അടി ഹൈറ്റിലാണ് എഡ്ജ് പോലെ ആക്കിയിട്ടാണ് ചെയ്തത്. ഒരുപാട് സ്ത്രീകളും കുട്ടികളും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അപകടമാണ്. ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മണൽ സൈഡിൽ ഇടാന്നുള്ളതാണ്. പക്ഷെ ആ മണലിട്ട് കഴിഞ്ഞാൽ മണൽ അവിടെ നിൽക്കില്ല, അത് വർക്കൗട്ട് ആവില്ല. മഴക്കാലം ഇങ്ങനെ ഒലിച്ചു പോകും. യാത്ര ചെയ്യുന്ന എന്ത് ഫോർവീൽ എന്ത് അയക്കുന്നാലും എല്ലാവർക്കും യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, നമുക്ക് ഇവിടെയുള്ള വീടുകൾ അറിയാൻ പറ്റും. കാരണം എല്ലാം ഇതാണ് ഇത് റോഡിന്റെ ഇതാണ് വീട്. ഇത്രയും ഒരു അടിയിലും കൂടുതൽ ഹൈറ്റിലാണ് എഡ്ജ് വന്നിട്ടുണ്ട്. ഇത്രയും സൈഡിലാണ് മണലിടുന്ന ഇത്ര വലിപ്പമുള്ള റോഡ് നമുക്ക് വേണ്ട. ഭയങ്കര ഹൈറ്റ് വേണ്ട. വീതി ഒന്നും കൂടി സ്ലോപ്പ് ആക്കി ചെയ്യുന്ന കാര്യമില്ലല്ലോ. നമുക്ക് മനസ്സിലാവും എന്ത് ലോജിക്കില്ല. നാളെ തീരുമാനമായിട്ട് പണിയെടുപ്പിക്കേണ്ട. നാളെ വണ്ടി അല്ല, അതങ്ങനെ തന്നെ. ഇനി പണി സ്റ്റോപ്പ്. കാരണം ഇതിന് വ്യക്തമായിട്ടുള്ള റീസൺ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അറിയണം. നാളെ പണിയെടുപ്പിക്കേണ്ട. നാളെ പണിയെടുക്കേണ്ട ഒരു ആവശ്യം. നമ്മളെ പള്ളി നടന്നിട്ട് മണ്ണിടണം. മണ്ണിട്ടിട്ട് എന്താ കാരണം ഇതിന്റെ ആളുകളെ വിളിച്ചില്ല, ഫോൺ എടുക്കുന്നു. ഉത്തരവാദിത്തം ആളുകളെ എത്തിക്കാം. സൈറ്റ് എഞ്ചിനീയർ വരും, നമ്മൾ വിളിക്കേണ്ട വരും. സ്റ്റോപ്പ് അയക്കുന്ന ഒരാൾ വരും. അതായത് ഇവിടുത്തെ ഒരു എഡ്ജാണ് ഈ കാണുന്നത്. അതായത് റോഡിൻ്റെ എഡ്ജ്. ഒരു വണ്ടി, വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് സൈഡാക്കി കൊടുക്കും, എവിടെയിട്ട് വണ്ടി തിരിക്കും. ഒരു എഡ്ജാണ് ഈ കാണുന്നത്. ഒരു അപകടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അപകടം വേറെ വരാനില്ല. കുറേ ആൾ മരിക്കും മോന്ത കുത്തി വീണിട്ട്. ഒരു റോഡ് ഇങ്ങനെ ആരെങ്കിലും ചെയ്തു വെക്കുമോ? ഇങ്ങനെ ലോകത്താരെങ്കിലും ചെയ്യുമോ? ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് നമ്മൾ കൊല്ലമ്പടിയിൽ നിന്ന് പുറങ്ങേക്ക് പോണ വഴി അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് 2 സൈഡിലും ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് ഡ്രൈനേജിൻ്റെ ഹൈറ്റിലേക്കാണ് ഒരു റോഡ് പണിയണത്. അതേപോലെയല്ല ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിൻ്റെ ഉള്ളിലേക്കും വെള്ളം പോകും. കാരണം റോഡ് അത്ര ഹൈറ്റിലാണ് റോഡ് കയറ്റുന്നവർ. ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യം ഒന്നും ഇവിടെ ഇല്ല. ഇത്രയും പൈസ മുടക്കുന്നത് അവർക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഭയങ്കര ഹൈറ്റിലാണ് റോഡ് പണിതുകൊണ്ടിരിക്കുന്നത്. ഈ പണിയണേന് ഇവർ പണിത് വരാണ്ട് പോകും. പിന്നെ ആളുകൾ മരിക്കും, നമുക്ക് കുറേ ആൾ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇത് പ്രധാനപ്പെട്ട റോഡാണ് മരക്കടവ് റോഡ്. ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ട്. പൊന്നാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. കോസ്റ്റൽ ഏരിയയിൽ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് മരക്കടവ്. ഈ ഭാഗത്ത് റോഡാണ്, പ്രധാന റോഡാണ്. ഇവിടെ ടാറിങ്ങാണ് ആയിരുന്നത്. ഒന്നാമത്തേത് ഇവർ കോൺക്രീറ്റ് ചെയ്തതിൽ ലോക്കലാക്കാൻ പോവുകയാണ്. കോൺക്രീറ്റിൻ്റെ റോഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ ചെയ്യുന്നതാണ്. അത് ഓക്കെ, ഇനിയിപ്പോൾ പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നിൽക്കുന്ന ഭാഗം റോഡ് ഉയർത്തണം. പക്ഷേ സൈഡിൽ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ടുള്ള വഴികൾ കാണണം. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? അവർക്ക് ഡ്രൈനേജ് കെട്ടാം, അതിനനുസരിച്ച് കഴിഞ്ഞിട്ട് ഒപ്പത്തിനൊപ്പം റോഡാക്കുക, ഇല്ലെങ്കിൽ 2 സൈഡിലേക്ക് സ്ലോപ്പാക്കുക, എന്തൊക്കെ ചെയ്യുക. ഇവരിപ്പോൾ ആരൊക്കെയോ പറഞ്ഞു കേട്ട് 1-2 വീട്ടിൻ്റെ മുമ്പിൽ ഇവർ സ്ലോപ്പാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കടകളൊക്കെ ഉള്ള മേഖലയിൽ. അല്ലാത്ത ഭാഗത്തൊക്കെ അങ്ങനെ നിൽക്കണം, എഡ്ജ് ചെയ്ത് കാണുന്നതാണ്. ഇതിപ്പോൾ ആളുകൾ പറഞ്ഞതിൻ്റെ പേരിലാണ് കുറച്ച് സ്ലോപ്പാക്കിയത് അന്നത്തെ പണി. അപ്പോൾ നാട്ടുകാരെല്ലാം പ്രശ്നത്തിലാണെന്നാണ് ചുരുക്കത്തിൽ. നാട്ടുകാരെല്ലാവരും വലിയ രീതിയിലാണ് ഇവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഇന്ന്. പക്ഷെ അവർ പണിക്കാരോടൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കോൺട്രാക്റ്റൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഇത് PWD വർക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നുള്ളത് കൊണ്ട് മുനിസിപ്പാലിറ്റിയിലൊന്നും പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ആളുകൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നും കേട്ട് ഇതിന് എന്ത് ചെയ്യണം? ഒരു ഭംഗിയായിട്ട് പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ ആളുകളൊക്കെ ബുദ്ധിമുട്ടി. ഇതൊക്കെ എന്തിനാണ് ഈ വികസനം? വികസനത്തിനൊന്നും നമ്മളെതിരല്ല. വികസനം ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ വേണം കൊണ്ടുവരാൻ. അല്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ. എന്നാൽ റോഡ് ഉണ്ടാക്കണ്ട. കുറേ കാലം ഇവർ പൊളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ മോളിൽ കുറേ മെറ്റലിട്ടിട്ട് കുറേ ബുദ്ധിമുട്ടിച്ച്. ഇവിടെയൊക്കെ രോഗികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ആംബുലൻസ് ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 10 ദിവസം അതിട്ട് ഒരു റോഡ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു പണി വന്നപ്പോഴോ കാത്തിരുന്ന് വന്നപ്പോഴോ അപകടം പിടിച്ച പരിപാടി. കാണുമ്പോൾ തന്നെ എഡ്ജ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണ്. ഒരു വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക്
വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? വണ്ടി പൊളിയണം, ആളുകൾക്ക് കേടുവരും. എന്ത് മണ്ടത്തരാണ് ഇവർ ചെയ്തു നോക്കുന്നത്? ഇല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ മൊത്തം മണ്ടന്മാരാന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാ? എന്താണ് ഇവർ ചെയ്യണത്? ആദ്യം ഇനി അവർക്ക് ഡ്രൈനേജിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡ്രൈനേജാണ്. ഡ്രൈനേജ് ഹൈറ്റിൽ കൊടുന്ന് വെച്ചതിന് ശേഷം അതിനൊപ്പത്തിനൊപ്പം നമ്മൾ റോഡ് പണിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ലോകത്തെല്ലായിടത്തും പതിവ്. ഇപ്പോൾ ഞാൻ റോഡ് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ ചെയ്തിട്ടുള്ളത് ഡ്രൈനേജ് 2 സൈഡിലും കെട്ടിയിട്ട് റോഡ് ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാണ്. ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവണില്ല. ഇത് കൊല്ലമ്പടി മേഖലയാണ്. കൊല്ലമ്പടിയിൽ നമ്മളിപ്പോൾ കൊല്ലമ്പടിയിൽ നിന്ന് വളവിലേക്ക് പോണ വഴിയാണിത്. ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ 2 സൈഡിലും ഡ്രൈനേജ്. ഇനി അവിടെ റോഡ് ഡ്രൈനേജിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരും. ഇതാണ് വർക്ക്. ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അവരിവിടെ എന്താണ് ചെയ്യണത്? നമ്മൾ ഇവിടെ നാട്ടുകാരെല്ലാവരും ഭയങ്കര പ്രതിഷേധത്തിലാണ്. നമുക്കിത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരിവിടെ വന്നിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇങ്ങനെ എഡ്ജിട്ടിട്ട് പോകാൻ പറ്റില്ല, അതിന് സമ്മതിക്കില്ല, റോഡ് പണി തടസ്സപ്പെടുത്തും. നിങ്ങൾ കടപ്പുറക്കാരെ അത്ര മോശമായിട്ട് കാണണ്ട, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ മര്യാദക്കാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ റോഡ് പണി തടയുമോ? ഇനിയിപ്പോൾ പോലീസും പട്ടാളത്തിനൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല, പണി ഇവിടെ തടയും. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പരസ്പരം നല്ല ധാരണ കൊടുക്കുന്ന വികസനത്തിന് നമ്മൾ ആരും എതിരല്ല. അപ്പോൾ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. നാളെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ആളുകൾ എത്തണം, അത് നിർബന്ധമാണ്.